ഇത് അന്വേഷിക്കേണ്ട ഏജൻസി 2 ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഒന്ന് CBIക്ക്, കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചാൽ പോരല്ലോ. ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്, 2 സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ CBIക്ക് അന്വേഷിക്കാൻ പറ്റും. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ, കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈൻഡ്. അപ്പോൾ CBIക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. അപ്പോൾ CBI ആണ്. മണി ലോണ്ടറിങ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്താ ഇത് അന്വേഷിക്കാൻ? അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ, മന്ത്രാലയത്തെക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അല്ല, ഇതിനകത്ത് ഇപ്പം പ്രതിപക്ഷം പറയുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ചേർന്നിട്ട് ഇതിനകത്ത് ഡീൽ ഉണ്ടാക്കി എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അല്ല, എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. നേരത്തെ തന്നെ SNC ലാവ്ലിൻ കേസിൽ, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ, ഇതിലെല്ലാം ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ കേസിലും ഈ മാസപ്പടി കേസിലും കരുവന്നൂർ EDയുടെ അന്വേഷണത്തിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സായാഹ്നം കൂടിയാണ്. ഇവർ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങൾ നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് ROCയുടെ സൈറ്റിൽ ഇപ്പോൾ ഇല്ല. ആ റിപ്പോർട്ടുണ്ട്, പക്ഷേ റിപ്പോർട്ടിന്റെ ഹെഡിങ് ഉണ്ട്, എക്സാലോജിക്കിനെതിരായ റിപ്പോർട്ട് എന്നുള്ള ഹെഡിങ് ഉണ്ട്, പക്ഷേ അതിൽ കണ്ടന്റ് ഇല്ല. പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ആളുകളുടെ കയ്യിൽ കിട്ടിയല്ലോ, നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ കിട്ടി. ഇതിപ്പോ രേഖകളിൽ നിന്ന് മാറ്റിയിട്ട് കാര്യമുള്ളൂ. അതെനിക്കറിയില്ല, ആയിരിക്കും. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കേസാണ്. അപ്പം ഒരു ഹൈക്കോടതി അന്വേഷണം പോലെ സുപ്രീം കോടതി നേരിട്ട് ഏതെങ്കിലും റിട്ടേൺ ജഡ്ജോ അല്ലെങ്കിൽ നിലവിൽ സിറ്റിംഗ് ആയ ജഡ്ജിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇത് ക്രൈമാണ് നടന്നിരിക്കുന്നത്. ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസികളാണ്. ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് കോടതിയുടെ ഇത്. അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും. നിയമപരമായ ഒരു പഠനവും കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയും. എവിടെയാണ് ഒഫൻസ് നടന്നത് എന്ന് നോക്കിയിട്ടാണ്. ഇത് നിയമസഭയിൽ ഈ ആരോപണം വരുന്നു, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായിട്ട് ഒരുപാട് മാസങ്ങളാണ്. ഇപ്പോൾ ഒരു പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഈ പെട്ടെന്ന് ഇതിനെതിരായിട്ടുള്ള അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഈ അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു BJP CPM പോരാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള, അതിലൂടെ ഈ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടിനെ ഒരു ലിസ്റ്റാക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാവും. അല്ല, അത് നടക്കുന്നുണ്ടല്ലോ, അത് കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. നവകേരള സദസ്സ് തന്നെ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്, പാളിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BJPയും CPMഉം തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങൾ ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രശ്നമാണ് എന്ന് വരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്, ഇപ്പോൾ സമരം ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയമായ അജണ്ട. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ, മനസ്സിലായില്ലേ? പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് BJP ഗവൺമെൻറ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക. ഈ ഗവർണറെ കൊണ്ട്, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് അതുകൊണ്ടല്ല. അവർ ഏത് സമയത്ത് സെറ്റിൽ ചെയ്യും. ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ്, മനസ്സിലായി? ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട്. 3 കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പം കരുവന്നൂരിലെ നോക്കിക്കോ നിങ്ങൾ, കരുവന്നൂരിൽ ബഹളമൊക്കെ ഉണ്ടാക്കുവാണ്. അവസാനം അവിടെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ്റെ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. ഈ കേസ് ആദ്യം വന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്, ഇൻകം ടാക്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഫോം ചെയ്ത ഒരു ട്രൈബ്യൂണലാണ് ഈ വിധി ആദ്യം ഉണ്ടായത്. അവർക്കിത് കണ്ടുപിടിക്കാനുള്ള അധികാരമുണ്ട്. രണ്ടാമത് ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പരാതി പോയി.
കമ്പനി ആക്ട് വയലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഫൈൻഡിങ് വന്നു. 2 ഫൈൻഡിങ്ങും സമാനമായ ഫൈൻഡിങ്ങാണ്, തെളിവുകളുടെ പിൻബലത്തോടു കൂടിയിട്ടുള്ള ഫൈൻഡിങ്ങാണ്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കേസ് വരിക, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചും ഇത് കേസെടുക്കേണ്ടതാണ് എന്ന് വേണം. സെക്ഷൻ 447-ൻ്റെയും കമ്പനീസ് ആക്ടിൻ്റെ 447-ൻ്റെയും 188-ൻ്റെയും വയലേഷൻ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് കേസെടുക്കാൻ കോമ്പിറ്റൻ്റായ ഏജൻസി CBI-യും ED-യും ഉള്ളൂ നിയമത്തിൽ. ഞങ്ങൾ CBI-ക്ക് ED-ക്കും അല്ല എതിര്, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന്. ഇവിടെ CBI-യും ED-യും വന്നില്ലല്ലോ, അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനാണ് ഞങ്ങളെതിര്. രാഷ്ട്രീയ എതിരാളികളുടെ കഥ കഴിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിനാണ് എതിര്, ഏജൻസികൾക്കല്ല എതിര്. ഇപ്പോഴും ജനങ്ങൾ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോകുന്നില്ല. ഇപ്പോൾ CBI ഒരു കേസിൽ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടും. വേറെ ഒരു ഏജൻസി ഇല്ല. നിയമപ്രകാരമുള്ള കോമ്പിറ്റൻ്റ് ഏജൻസി CBI-യും ED-യും തന്നെയാണ്. അവർ മിസ്യൂസ് ചെയ്താൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കും, സർക്കാരിൻ്റെ കൂടെ നിൽക്കും. കേന്ദ്ര സർക്കാർ പിണറായി വിജയനെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ നിയമവിരുദ്ധമായി തെറ്റായ വഴിയിൽ കൂടി കൊണ്ടുപോയി അവർക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അവരെ കൂടെ നിൽക്കും. തോമസ് ഐസക്കിൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് തോമസ് ഐസക്കിൻ്റെ കേസ് വന്നപ്പോൾ എൻ്റെ നിലപാട് വേറെയായിരുന്നു. ED അന്വേഷിക്കേണ്ട ഒരു കേസല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ED അന്വേഷിക്കേണ്ട ഒരു കേസിൽ ED-യുടെ പ്രൊവിഷൻ്റെ അകത്ത് വരില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അന്ന് തോമസ് ഐസക്കും ഞാനും തമ്മിൽ നിരന്തരമായി ഡിബേറ്റ് നടക്കുന്ന ആളാണ്. ഈ വിഷയത്തിലും ഡിബേറ്റ് നടന്നിട്ടുണ്ട്, ഈ ഇവിടെ പോയി പണം മേടിച്ചതിൽ. പക്ഷെ അവിടെ ED അന്വേഷിക്കാൻ വന്നപ്പോൾ അത് ED അന്വേഷണം നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. കോടതിയും ആ സ്റ്റാൻഡ് എടുത്ത് പിന്നീട് നിയമപരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഈ കേസിൽ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഏതെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം. കാരണം അവരവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുകയും ചെയ്യരുത്, അവർ സെറ്റിൽ ചെയ്യുകയും ചെയ്യരുത്. CBI-യെക്കുറിച്ചും ED-യെക്കുറിച്ചുള്ള ഞങ്ങളുടെ കംപ്ലയിൻറ്റ് 2 രീതിയിലാണ്. ഒന്ന്, അവർ അധികാരം ചില സമയത്ത് മിസ്യൂസ് ചെയ്യും. ചിലപ്പോൾ അധികാര വർഗം ആവശ്യപ്പെട്ടനുസരിച്ച് അവർ സെറ്റിൽമെൻറ്റ് നടത്തും. 2-ന് ഞങ്ങളെതിരാണ്. കേരളത്തിൽ നടക്കുന്ന സെറ്റിൽമെൻറ്റാണ്. അതാണ് കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ അഭിപ്രായം മാറുന്നത്. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റൻറ്റിനെ വിജിലൻസ് പിടിച്ചു. 1.25 കോടി രൂപ ഇയാളുടെ ലോഡ്ജിലെ കിടക്കയുടെ ഉള്ളിൽ നിന്ന് പിടിച്ചു.